സാംസങ്ങിൻ്റെ പുതിയൊരു 5G ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സാംസങ് S20 FE 5G. സാധാരണ ഒരു 5G ഫോണൊക്കെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഹൈപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ലോഞ്ച് ചെയ്യാറ്. പക്ഷേ ഈ ഒരു ഫോൺ അത്രയും വലിയൊരു ഹൈപ്പ് ആയിട്ടൊന്നുമല്ല ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചിലപ്പം ഇതിനുള്ളൊരു കാരണം ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് ഈ ഫോൺ US ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാംസങ് S20 FE എന്ന ഫോണിൻ്റെ 4G വെർഷൻ ഇന്ത്യയിൽ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം 5G വെർഷനാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടും തമ്മിൽ വലിയൊരു വ്യത്യാസമൊന്നുമില്ല. രണ്ടും തമ്മിൽ കാര്യമായിട്ട് വ്യത്യാസം വരുന്നത് പ്രോസസ്സറിൻ്റെ കാര്യത്തിലാണ്. ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് S20 FE 5G എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് S20 FE 5Gയിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. കമ്പനി ഈ ഒരു ഡിസൈനിനെ ഇൻഫിനിറ്റി O ഡിസ്പ്ലേ എന്നാണ് വിളിക്കുന്നത്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് സാംസങ് S20 FE 5G എന്ന ഫോണിൽ വരുന്നത്. ഇതേ ഒരു ഡിസ്പ്ലേ തന്നെയാണ് സാംസങ് S20 FE 4G എന്ന ഫോണിലും വരുന്നത്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ IP68 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 190 ഗ്രാമാണ്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് ഏകദേശം 8.4 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഫുള്ളായിട്ടുള്ള ഒരു ഗ്ലാസ് ബാക്ക് ബോഡിയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ക്ലൗഡ് നേവി, ക്ലൗഡ് മിൻറ്റ്, പിന്നെ ക്ലൗഡ് ലെവൻഡർ. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 865 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രോസസ്സർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറൊന്നുമല്ല. കഴിഞ്ഞ കൊല്ലത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 865 എന്ന പ്രോസസ്സർ. എടുത്തു പറയേണ്ട കാര്യം ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ 4G വെർഷനിൽ Exynos 990 എന്ന പ്രോസസ്സറാണ് വരുന്നത്. എന്തായാലും ആ ഒരു പ്രോസസ്സറിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 865 എന്ന പ്രോസസ്സർ. പിന്നെ ഈ ഫോണിന് കോമ്പറ്റീഷനായിട്ട് വരുന്ന ഫോണുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം ഇതേ പ്രൈസ് റേഞ്ചിൽ OnePlus 9 എന്ന ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോണിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറാണ് വരുന്നത്. അതുപോലെ തന്നെ ഏകദേശം 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ OnePlus 9R എന്ന ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ആ ഒരു പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 865 എന്ന പ്രോസസ്സറിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷനാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 865 എന്ന പ്രോസസ്സർ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ സാംസങ്ങിൻ്റെ ഫോൺ മാത്രമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ്ങിൻ്റെ ഫോണുകളിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 865 എന്ന പ്രോസസ്സർ. പിന്നെ ഈ ഫോണിൽ 8GB റാം കൊടുത്തിട്ടുണ്ട്. 128GB ഇൻറ്റേർണലും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. 1 TB വരെ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫോണിൽ നോക്ക് സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള One UI 3.1 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 12 മെഗാപിക്സലിലെ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 12 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. പിന്നെ മൂന്നാമത് 8 മെഗാപിക്സലിൽ ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. ഇതിലും OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂമും അതുപോലെ തന്നെ 30x സോഫ്റ്റ്വെയർ സൂമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 32 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. സാംസങ് S20 FE 4G എന്ന ഫോണിലും ഇതേ ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 4500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ വയർലെസ് ചാർജിങ്ങും അതുപോലെ തന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. സാംസങ് S20 FE 4G എന്ന ഫോണിലും ഇതേ ഒരു ബാറ്ററിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 55,999 രൂപയാണ്. പക്ഷേ ഇൻട്രോഡക്ടറി ഓഫറായിട്ട് ഈ ഫോൺ 47,999 രൂപയ്ക്ക് ലഭിക്കും. ആമസോൺ വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. പിന്നെ സാംസങ് S20 FE 4G എന്ന ഫോൺ വരുന്നത് 45,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. അത് വെച്ച് നോക്കുമ്പം സാംസങ് S20 FE 5G എന്ന ഫോണിൻ്റെ വില 48,000 രൂപ പ്രൈസ് റേഞ്ചിൽ എന്നുള്ളത് വലിയ തരക്കേടില്ല. കാരണം 3,000 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നതിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 5G സപ്പോർട്ടും വരുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഈ ഫോൺ കുറച്ച് ലോങ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 5G സപ്പോർട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയിട്ട് വരും. പക്ഷേ 56,000 രൂപ പ്രൈസിങ് എന്നുള്ളത് കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം 11,000 രൂപ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് മാത്രം വലിയൊരു പ്രോസസ്സറിൽ അപ്ഗ്രേഡും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് എൻ്റെ അഭിപ്രായമാണ്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ്ങിൻ്റെ അത്യാവശ്യം നല്ലൊരു ഫോണാണ് സാംസങ് S20 FE 5G എന്ന ഫോൺ. ബാക്കി നമ്മൾ വേറെയും ഫോണുകൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെയും കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.